വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഐ എം ബാക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കമ്മിങ് 2-3 months ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുട്ടി കുട്ടി ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് ഒരു വ്ലോഗ് ആക്കി എടുക്കാം. ലൈക്ക് ലൈഫ് റീസെൻ്റ്ലിന്നോ അല്ലെങ്കിൽ സ്ലൈസ് ഓഫ് ലൈഫ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മന്തിൽ നടക്കുന്ന അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് അതായത് എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് അതെല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വ്ലോഗ് ആക്കി ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വ്ലോഗാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ BTS കംബാക്ക് മന്താണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഞാൻ സെറ്റാക്കാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ എന്താ പറയാ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിവിടെ പള്ളിപ്പെരുന്നാൾ നടന്നപ്പോൾ പള്ളി ഡെക്കറേറ്റ് ചെയ്തതാട്ടോ. ഈ ഒരു ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ഒരു ദിവസം ഞങ്ങൾ രാത്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. ഗൈസ്, നാളെ BTS കംബാക്ക് ഡേ ആണ്. ആൻഡ് ഞാനൊരു സംഭവം ക്രോഷ് ചെയ്യാറുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ എന്താണ്. ഇതാണ് ആർമി ബോംബ്, അതായത് BTS ലൈറ്റ് സ്റ്റിക്ക് ആണ് ഈ ആർമി ബോംബ് എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി സംഗതി. അപ്പൊ ഇത് ആക്ച്വലി ഇത്രയല്ല ഉള്ളത്, കുറച്ചും കൂടി വലുതാണ്. ഇങ്ങനെ നമ്മൾ പിടിച്ച് നമുക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കുഞ്ഞ് വെർഷൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും BTS കംബാക്ക് പ്രമാണിച്ചിട്ട് എന്തെങ്കിലും എന്റെ പിള്ളേർക്ക് വേണ്ടി ക്രോസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ 2 പ്രൊജക്ട്സ് ചെയ്തെന്ന് തോന്നുന്നു. ജസ്റ്റ് 2 ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ കിടക്കുന്നു. അപ്പോൾ ഒന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ആൽബത്തിന്റെ കവറായിട്ടുള്ള അരിറാങ്ങിന്റെ ആ ഒരു ആൽബം കവറാണ് ഞാൻ ക്രോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറച്ചെങ്കിലും കണ്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. ഞാൻ ആദ്യമായിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ടെപ്പസ്ട്രി ക്രോഷറ്റിംഗ് ചെയ്യുന്നത് അരിറാങ്ങിന്റെ ആൽബം കവർ ചെയ്തതാണ്. ഞാൻ തന്നെ വിചാരിച്ചില്ല ദൈവം എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടി കുറെ ആമീസിന്റെ ഒക്കെ കയ്യിൽ നിന്ന്. ഞാനിങ്ങനെ ആലോചിച്ച്, ഈശ്വര, ഞാൻ ഇത്ര വലിയ ഒരു കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. ലൈക്ക് ഞാൻ ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ ടേപ്പസ്ട്രി ക്രോഷറ്റിംഗ് ഇത്ര ഭംഗിയായിട്ട് ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് ലൈക്ക് വീണ്ടും ചെയ്യണം എന്നൊരു ത്വരയുണ്ട്. പിന്നെ നമ്മൾ വെറുതെ നൂലുകൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. ലൈക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും കസ്റ്റം ഓർഡേഴ്സോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഞാൻ അത്യാവശ്യമാണ്. അപ്പം ഞാൻ അങ്ങനെ യാൻസ് സ്റ്റോക്ക് എടുത്ത് വെക്കാറില്ല. എനിക്കൊരു പ്രോജക്റ്റ് മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ കുറച്ച് യാൻസ് വാങ്ങിച്ചു വെക്കും. അപ്പോൾ അതിനെ പറ്റി, അതായത് ആ ഒരു കളർ ടൈമിൽ ആൾക്കാർ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. എനിക്ക് അത് വെച്ച് ചെയ്തു കൊടുക്കും. അപ്പൊ ടൈം ലാഗ് വരത്തില്ല. പിന്നെ കസ്റ്റം ഓർഡേഴ്സ് നമ്മൾ എന്താ പറയുക, കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ തന്നെ റെഫറൻസ് ഒക്കെ കണ്ടുപിടിച്ച് ഒരു കളർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിങ് അതിന് ഇത്ര യാൺ വേണം, ഇത്ര ഇതൊക്കെ വേണം, അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എക്സ്ട്രാ വേറെ യാൺസ് പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തു വരാറ്. അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നേ, BTS കംബാക്ക്. യെസ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു കുട്ടി ആർമി ബോംബ്. ഇതൊക്കെ പിടിച്ച് നമ്മള് പുതിയ MV ഒക്കെ കാണുന്നതായിരിക്കും. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഷോ ഉണ്ട്. അപ്പൊ എനിക്കത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് എല്ലാവരും നെറ്റ്ഫ്ലിക്സ് നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ചെയ്യേണ്ടെന്നാണ് ഒരു ഇത്. അപ്പോൾ ഒരു മെയ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നെറ്റ്ഫ്ലിക്സ് ചാർജ് ചെയ്ത് ഡോക്യുമെന്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണണം. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് കാണാം. നെറ്റ്ഫ്ലിക്സിൽ ഷോ ഒക്കെ കണ്ട് സെറ്റാക്കാം. ഞാൻ വിചാരിച്ചായിരുന്നു കംബാക്ക് ലൈവ് കാണണം നെറ്റ്ഫ്ലിക്സിൽ. ബട്ട് കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അപ്പോഴത്തേക്കും മ്യൂസിക് വീഡിയോ ഒക്കെ കണ്ട് സ്ട്രീമൊക്കെ ചെയ്ത് തട്ടിമുട്ടി സൈഡിൽ കൂടെ പോയി. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യണം ഗൈസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് സംസാരിച്ചു. അപ്പം നാളെ മ്യൂസിക് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പം പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാം. ഗൈസ്, മ്യൂസിക് വീഡിയോ ഒരു രക്ഷയില്ലായിരുന്നു. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാറ്. പിന്നെ ഇതൊരു ഇംഗ്ലീഷ് സോങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഇൻ്റർനാഷണൽ ആർമീസിനും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ആൽബത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു സോങ് ആണ് ബോഡി ടു ബോഡി ആൻഡ് ഫൈനലി മൈ ബോയ്സ് ടുഗെദർ.
ഞാൻ പുറത്തൊരു ഷോപ്പിങ്ങിന് പോയതായിരുന്നു. അപ്പോൾ എടുത്തായിരുന്നു ഈ വീഡിയോ. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ പോയപ്പോൾ ഫുൾ ഡിസപ്പോയിൻമെൻറ്റ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവരിങ്ങനെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി. അങ്ങനെ ആ ദിവസം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നതാണേ. നമ്മൾ പുതിയതായിട്ട് വീട്ടിലേക്ക് ചെടി വാങ്ങിച്ചു. പുതിയതായിട്ട് നല്ല ആദ്യമായിട്ട് വീട്ടിലേക്ക് ചെടി വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എനിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കരിക്കും. നമുക്ക് വെള്ളം ഒഴിക്കാം ഗൈസ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച പൂവ്. അപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒന്നിനൊഴിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി പോയിരിക്കാം. കൊടുക്കത്തെ കാറ്റും മഴയൊക്കെ വരാൻ പോകാൻ തോന്നുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. കാറ്റും മഴയും വരുന്നുണ്ടെന്നല്ല, നല്ല കാറ്റ് വരുന്നുണ്ട്. ഒരു ഇടിയും കേൾക്കാം. പിന്നെ മഴയെ ആ പരിസരത്തേക്ക് കാണത്തില്ല. ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം മഴ പെയ്യത്തില്ല, പക്ഷെ കുറച്ച് സ്ഥലങ്ങളിൽ നന്നായിട്ട് മഴയും പെയ്യും. എന്താണെന്നറിയത്തില്ല. അപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുന്നില്ല ഗീസ്, വെട്ടം കാരണം. അപ്പോൾ നമുക്ക് വേഗം താഴെ പോവാം. നമുക്ക് താഴെ പോയിട്ട് കുറച്ചധികം പരിപാടികളുണ്ട്. ഒരു കസ്റ്റം ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ്. പൊട്ടിക്കുക, കട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ താഴെ പോയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെടികളെ കണ്ടിട്ട് താഴെ പോകാം ഗൈസ്. ഗൈസ്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രോഷ്യ പ്രൊജക്റ്റ് എന്താണെന്നറിയാമോ? ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 റോസ് ഫ്ലവേഴ്സ് വേണം. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ട്. അപ്പോൾ ഞാൻ യെല്ലോ, അതുപോലെ തന്നെ ബാർബി പിങ്ക്, പിന്നെ റെഡ് കളർ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ബാർബി പിങ്കും യെല്ലോയും വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നൈറ്റ് ടൈമിൽ ചെയ്യുന്ന കേട്ടോ. പെട്ടെന്ന് ഒരു റഷിൽ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഫിൻ്റെ പാർട്ടിലായിരുന്നു. കാരണം അതിൽ നമ്മൾ വയർ ഉപയോഗിച്ചിട്ട് ഭയങ്കര അതുപോലെയൊക്കെ ഷേപ്പൊക്കെ ആക്കിയെടുത്ത് കുറച്ച് സംഭവം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് പാടായിട്ട്. അങ്ങനെ റോസ് ഫ്ലവറിൽ വെക്കാനുള്ള ലീവ്സ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെപ്പൽ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 5 ഫ്ലവേഴ്സാണ് ഇൻ ടോട്ടൽ ഉണ്ടാക്കുന്നത്. അപ്പം 5 സെപ്പലും 5 ലീവ്സും നമുക്ക് വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ അത് ഈ കാണുന്ന ഈ ഒരു റഫ് ഗ്ലൂ പോലെ കിടക്കുന്ന ഈ ഒരു സംഭവമാണ് നമ്മൾ ഗ്ലൂ ഒക്കെ സെറ്റാക്കിയിട്ട് ഫ്ലവറിൻ്റെ രീതിയിൽ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ വെച്ചിട്ട് കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു. അത് ഒരുപാട് ടൈം എടുത്തു. എങ്കിലും എന്തായാലും സമയത്തിന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ല കളർ കോമ്പിനേഷനല്ലേ, യെല്ലോ ആൻഡ് ആ ഒരു പിങ്ക് കളർ. അപ്പോൾ റെഡ് കളറും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു വയറൊക്കെ വെച്ചിട്ടാട്ടോ നമ്മൾ സ്റ്റെമ്മിൻ്റെ ഭാഗമൊക്കെ സെറ്റാക്കുന്ന ലീവ്സ്, പിന്നെ സെപ്പൽ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഗൈസ്, ഈ ഒരു റിവേഴ്സിബിൾ ബൊക്കേകൾ ഞാൻ കസ്റ്റം ഓർഡറായിട്ട് ചെയ്തതാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ക്രോഷറ്റ് പീസസ് കസ്റ്റമൈസ് ചെയ്ത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ DM me on Instagram. അപ്പം നമ്മളിത് ഡെലിവറി ചെയ്യാൻ പോവാണ് കൊല്ലത്തേക്ക്. അപ്പം നമ്മളിത് കൊടുക്കാൻ മാത്രമല്ല പോകുന്നത്, എനിക്ക് പോകുന്ന വഴിക്ക് കൊല്ലത്ത് വേറൊരു ബർത്ത്ഡേ ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് എടുത്തിട്ട് നേരെ നമ്മൾ മങ്ങാട് അവിടെ ഒരു കായലിൻ്റെ ഒരു സൈഡ് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത്. അങ്ങനെ നമ്മളവിടെ ചെന്ന് നമ്മുടെ ബർത്ത്ഡേ ഗേളിനെയൊക്കെ കണ്ടു, വിഷൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛൻ്റെ കൂടെ ഒക്കെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നായിരുന്നേ. സമയം പോലെ അറിഞ്ഞതേ ഇല്ലായിരുന്നു അവനോട് സംസാരിച്ചിരുന്നിട്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോഴത്തേക്കും നല്ല ഇരുട്ടൊക്കെ ആവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അടുത്ത പരിപാടികൾ കഴിഞ്ഞ് എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. നമ്മൾ തിരിച്ചു പോയത് ബസ്സിലായിരുന്നേ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 9:30-10 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.